ഹലോ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരെയും പരിസര പഠനം എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ വയലും വനവും എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്. അതിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇതുവരെയുള്ള ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ടീച്ചർ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി ചുറ്റും വട്ടമിടുക, കാരണവും എഴുതുക. സർക്കിൾ ദ ഓഡ് വൺ ആൻഡ് ഗിവ് എ റീസൺ ഫോർ യുവർ ആൻസർ. മുതല, ആമ, തവള, മീൻ, ക്രൊക്കഡൈൽ, ടോർട്ടോയിസ്, ഫ്രോഗ് ആൻഡ് ഫിഷ്. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഫിഷ് ആണ് അല്ലേ, മീൻ. ക്രൊക്കഡൈലും ടോർട്ടോയിസും ഫ്രോഗും കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. ലിവ് ഇൻ വാട്ടർ ആൻഡ് ലിവ് ഓൺ ലാൻഡ് ആണ് അല്ലേ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവരാണ്. അപ്പോൾ ഫിഷ് മാത്രമാണ് ഓഡ് വൺ ആയിട്ട് വരുന്നത്. പട്ടി, പൂച്ച, തത്ത, എലി, ഡോഗ്, ക്യാറ്റ്, പാരറ്റ്, റാറ്റ്. പാരറ്റ് പക്ഷിയാണ് അല്ലേ, പാരറ്റ് ഇസ് എ ബേർഡ്. ബാക്കിയെല്ലാം ആനിമൽസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പാരറ്റ് എഴുതാം. താമര, മുല്ല, ചെമ്പകം, റോസ. ലോട്ടസ്, ജാസ്മിൻ, ചെമ്പക, റോസ്. ലോട്ടസ് ആണല്ലേ, ലോട്ടസ് വാട്ടറിലാണുള്ളത്, ബാക്കിയെല്ലാം ലാൻഡിനാണ് ഉള്ളത്. അപ്പം ലീവ്സ് ഇൻ ലാൻഡ് ആണ്, ബാക്കിയെല്ലാം ലോട്ടസ് മാത്രമാണ് ലീവ്സ് ഇൻ വാട്ടർ ഉള്ളത്. നാലാമത്തേത് പാറ, ചെടി, മണൽ, വെള്ളം. റോക്ക്, പ്ലാന്റ്, സാൻഡ്, വാട്ടർ. അതിൽ ഓഡ് വൺ ഏതാണ്? ഇത് ജീവീയ അജീവീയ ഘടകങ്ങളാണ് പറയുന്നത് അല്ലേ. ബയോട്ടിക് ആൻഡ് അബയോട്ടിക്. ഇതിൽ ബയോട്ടിക് ആയിട്ടുള്ളത് പ്ലാന്റ് ആണ് അല്ലേ, ബാക്കിയെല്ലാം അജീവീയ ഘടകങ്ങളാണ്, അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഓഡ് വൺ വരുന്നത് പ്ലാന്റ് ആണ്. അടുത്ത കാക്ക, പരുന്ത്, താറാവ്, പ്രാവ്. ഇതിൽ താറാവ് അല്ലേ, ഡക്ക്. ക്രോ, ഈഗിൾ, ഡക്ക്, ഡോവ്. അതിൽ ഡക്ക് എന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയാണ് അല്ലേ, ബാക്കിയെല്ലാം കരയിൽ മാത്രം പറന്ന് നടക്കുന്ന ജീവികളാണ് അല്ലേ. അതുകൊണ്ട് ഡക്കാണ് ഓഡ് വൺ വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പൂരിപ്പിക്കുക. മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ശകുലങ്ങൾ ഉപയോഗിച്ചാണ്. മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്, ശകുലങ്ങൾ ഉപയോഗിച്ചാണ്. ദ ഫിഷ് ബ്രീത്ത്സ് ത്രൂ ഇറ്റ്സ് ഗിൽസ് അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ, ഗിൽസിലൂടെയാണ് ഫിഷ് ശ്വസിക്കുന്നത്. വെള്ളത്തിലായിരിക്കുമ്പോൾ തവള ത്വക്കിലൂടെ ശ്വസിക്കുന്നു. വെൻ ഇൻ വാട്ടർ എ ഫ്രോഗ് ബ്രീത്ത്സ് ത്രൂ ഇറ്റ്സ് സ്കിൻ. When in water, a frog breathes through its skin. പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ. ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് പരസ്പരം ആശ്രയിക്കുന്ന ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ ഘടകങ്ങൾ ചേർന്നിട്ടാണ് അല്ലേ. ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ ഘടകങ്ങൾ പരസ്പരം ചേർന്നിട്ടാണ് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്നത്. Biotic and abiotic factors mutually depend on one another in an ecosystem. ഒരു എക്കോസിസ്റ്റത്തിൽ ബയോട്ടിക്കും അബയോട്ടിക്കുമായിട്ടുള്ള ഫാക്ടേഴ്സ് മ്യൂച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. Biotic and abiotic factors mutually depend on another in an ecosystem. എല്ലാ മക്കളും ഇത് പഠിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ തവള വിഭാഗമാണ് ഗോലിയാത്ത്. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഫ്രോഗ് ഫാമിലി ഈസ് ഗോലിയാത്ത്. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഫ്രോഗ് ഫാമിലി ഈസ് ഗോലിയാത്ത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കാടാണ് ആമസോൺ കാടുകൾ. നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം, ഭൂമിക്ക് നല്ലോണം ബ്രീത്തിങ് കപ്പാസിറ്റി, നമുക്കൊക്കെ ബ്രീത്ത് ചെയ്യാനുള്ള ഓക്സിജൻ ഒരുപാട് കിട്ടുന്നത് ആമസോൺ മഴക്കാടുകളിൽ നിന്നാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കാടാണ് ആമസോൺ കാടുകൾ. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ ലങ്സ് ഓഫ് ദി എർത്ത്. Amazon rainforest is also known as the lungs of the earth. മത്സ്യത്തിന്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഡ്രോ ദ പിക്ചർ ഓഫ് എ
ഫിഷ് ആൻഡ് മാർക്ക് ദ പാർട്സ്. കണ്ണ്, ചെകിളമൂടി, മേൽച്ചിറകുകൾ, വാൽച്ചിറക്, വായ്, വശങ്ങളിലെ ചിറക്, കീഴ്ച്ചിറകുകൾ, ശൽക്കങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ. നെക്സ്റ്റ് ഉത്തരം കണ്ടെത്താം. അണ്ണാന് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എ സ്ക്വിറൽ കനോട്ട് ലീവ് ഇൻ വാട്ടർ. വൈ? എന്തുകൊണ്ടാണ് അണ്ണാന് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയാത്തത്? വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്ന ശരീരപ്രകൃതിയോ അവയവങ്ങളോ അണ്ണാനില്ല. വെള്ളത്തിൽ നിന്ന് ശ്വസിക്കാൻ അണ്ണാന് സാധിക്കില്ല. എ സ്ക്വിറൽ ഡസൻറ്റ് ഹാവ് ദ ഫിസിക്കൽ സ്ട്രക്ചർ ടു ലീവ് ഇൻ വാട്ടർ. ഇറ്റ് കനോട്ട് മൂവ് ഇൻ വാട്ടർ വിത്ത് ഇറ്റ്സ് ലിംസ്. ഇറ്റ് കനോട്ട് ബ്രീത്ത് ദ എയർ ഇൻ വാട്ടർ. വെള്ളത്തിൽ നിന്ന് ശ്വസിക്കാനോ വെള്ളത്തിൽ നീന്താനോ ഒന്നും അണ്ണാന് കഴിയാത്തത് കൊണ്ടാണ് അണ്ണാന് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയാത്തത്. ജലത്തിൽ സഞ്ചരിക്കാൻ സഹായകമായ എന്തൊക്കെ പ്രത്യേകതകളാണ് മത്സ്യത്തിനുള്ളത്? വാട്ട് ആർ ദ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് എ ഫിഷ് ദാറ്റ് ഹെൽപ്സ് ടു ലീവ് ഇൻ വാട്ടർ? വെള്ളത്തിൽ ജീവിക്കാനുള്ള എന്തൊക്കെ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് മത്സ്യത്തിന് ഉള്ളത്? നമ്മളിത് പഠിച്ചതാണ്. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളും വാലുകളും, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം, തോണിയുടേതുപോലെയുള്ള രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, നിരനിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശൽക്കങ്ങൾ മത്സ്യത്തെ ജലത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ദ ഫിൻസ് ആൻഡ് ടെയിൽ ഓഫ് ദി ഫിഷ് ഹെൽപ്സ് swim in water. The boat-like shaped body is more suitable to move in water. The fish can breathe the air in water. The scales arranged in rows helps the fish to move in the water. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ തവളയ്ക്ക് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉള്ളത്? What are the physical structures that helps a frog to live in water and land? ഇത് നമ്മൾ പഠിച്ചതാണ്, എങ്കിലും ഒന്നും കൂടി കേട്ട് മനസ്സിലാക്കുക. തവളയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയ്ക്ക് കരയിലും ജലത്തിലും ശ്വസിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലെയുള്ള കാലുകളും വെള്ളത്തിൽ നീന്താൻ സഹായിക്കും. നീളമുള്ള കാലുകൾ കരയിൽ ചാടി ചാടി സഞ്ചരിക്കാൻ തവളയെ സഹായിക്കുന്നു. The frog can breathe through the skin while in water. വെള്ളത്തിൽ സ്കിൻ ഉപയോഗിച്ച് ശ്വസിക്കാൻ കഴിയുന്നു. And it can breathe through the nostrils while on land. കരയിലാവുമ്പോൾ നോസ്ട്രിൽസ് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യുന്നു. The slippery body and paddle-like limbs helps to move in water. സ്ലിപ്പർ വഴുവഴുപ്പുള്ള ശരീരവും പാഡിൽ ലൈക്ക് ലിംസും വാട്ടറിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. തുഴ പോലുള്ള കാലുകൾ. ദ ലിംസ് ഹെൽപ്സ് ഇറ്റ് ടു ഹോപ്പ് ഓൺ ദ ലാൻഡ്. ചാടി ചാടി സഞ്ചരിക്കാനും ലിംസ് തവളയെ സഹായിക്കുന്നു. കാലുകൾ തവളയെ സഹായിക്കുന്നു. അനുകൂലനം എന്നാൽ എന്ത്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ വേർഡ് അഡാപ്റ്റേഷൻ? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളാണ് അനുകൂലനം എന്ന് പറയുന്നത്. An organism has certain peculiarities to help it to live in its dwelling place. This is called adaptation. നമ്മൾ പഠിച്ചതാണ്. മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ ഓഫ് എ ഫിഷ്? തോണിയുടേത് പോലുള്ള രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ, ശകുലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം, നിരനിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ചെതുമ്പലുകൾ. ഇത് നമ്മൾ പഠിച്ചതാണ്. ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിന്റഡ് enables the fish to move through water. The fins helps to swim in water. The tail fins helps to turn sharply when move in water. The slimy body helps to move easily in water. The gills helps the fish to breathe the air present in water.
ആമ്പൽ താമര തുടങ്ങിയ സസ്യങ്ങൾ ജലത്തിൽ വസിക്കുന്നത് എന്തെല്ലാം അനുകൂലങ്ങളാണ് ഉള്ളത്? ആമ്പലും താമരയും ജലത്തിൽ താമസിക്കാൻ എന്തെല്ലാം അഡാപ്റ്റേഷൻസ് ആണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ വെള്ളത്തിൽ കിടന്നിട്ടും ചീഞ്ഞു പോകുന്നില്ല. വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ഇലകൾ പൊങ്ങിക്കിടക്കുന്നു. നീളമുള്ള തണ്ടുകൾ ഉള്ളതിനാൽ ജലനിരപ്പ് ഉയർന്നാലും ഇലകൾ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കും. താമര, ആമ്പൽ തുടങ്ങിയവയുടെ തണ്ടുകളും ഇലകളും വായു അറകളുണ്ട്. ജലസസ്യങ്ങളുടെ പൂക്കൾ വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നു. ലോട്ടസ് ആൻഡ് വാട്ടർ ലിലി ആർ അക്വാറ്റിക് പ്ലാന്റ്സ്. ലെറ്റ് us examine their adaptation to live in water. വെള്ളത്തിൽ താമസിക്കാൻ വാട്ടർ ലിലിക്കും ലോട്ടസിനുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. They do not decay through they are in the water all time. വെള്ളത്തിൽ ഏത് സമയവും ആയിരുന്നാലും അത് ചീഞ്ഞു പോവുകയോ മുങ്ങിപ്പോവുകയോ ചെയ്യുന്നില്ല. The leaves float on water surface. വെള്ളത്തിൻ്റെ മുകളിൽ ഒഴുകി നടക്കുന്ന രീതിയിലാണ് ലീവ്സ് ഉള്ളത്. The leaf stack is long enough to make the leaves float on the water surface even if the water level increase. വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ പോലും വെള്ളത്തിൽ മുങ്ങിപ്പോകാത്ത തരത്തിലുള്ള ഇലകളുടെ തണ്ടിന് നീളക്കൂടുതൽ ഉണ്ട്. എയർ ചേമ്പേഴ്സ് ആർ പ്രസൻസ് ഇൻ ദ ലീവ്സ് ആൻഡ് സ്റ്റെംസ് ഓഫ് ലോട്ടസ് ആൻഡ് വാട്ടർ ലിലി. വാട്ടർ ലിലിയിലെയും ലോട്ടസിൻ്റെയും ലീവ്സിൽ എയർ ചേമ്പേഴ്സ് ഉണ്ട്, വായു അറകളുണ്ട്. ദ ഫ്ലവേഴ്സ് റിമെയിൻ ഇറക്റ്റ് അബോവ് ദ വാട്ടർ ലെവൽ. ഫ്ലവേഴ്സും വാട്ടർ ലെവലിന് മുകളിലേക്ക് പൊന്തിയാണ് നിൽക്കുന്നത്. ആമയ്ക്ക് കരയിലും ജലത്തിലും ജീവിക്കാനുള്ള അനുകൂലങ്ങൾ എന്തൊക്കെയാണ്? വിച്ച് ആർ ദ അഡാപ്റ്റേഷൻ ദാറ്റ് ഹെൽപ്സ് ടോർട്ടോയിസ് ടു മൂവ് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്? വഴുവഴുപ്പുള്ള ശരീരം, സ്ലിമി ബോഡി, തുഴ പോലുള്ള കാലുകൾ, ഓർ ലൈക്ക് ലെഗ്സ്. കരയിലും വെള്ളത്തിലും ശ്വസിക്കാൻ കഴിയുന്ന അവയവങ്ങൾ, ഓർഗൻസ് ദാറ്റ് ഹെൽപ്സ് ടു ബ്രീത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. കരയിൽ നടക്കുന്നതിന് അനുയോജ്യമായ കാലുകൾ, ദ ലെഗ്സ് ഹെൽപ്സ് ദം ടു മൂവ് ഓൺ ലാൻഡ് ആസ് വെൽ ആസ് അണ്ടർ വാട്ടർ. കരയിലും ജലത്തിലും സഞ്ചരിക്കാൻ കഴിയുന്ന ജീവികൾ ഏതില്ല? വിച്ച് ആർ ദ ആനിമൽസ് ദാറ്റ് ക്യാൻ മൂവ് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്? ആമ, തവള, നീർക്കോലി, താറാവ്, കുളക്കോഴി, മുതല. ടോർട്ടോയ്സ്, ഫ്രോഗ്, വാട്ടർ സ്നേക്ക്, ഡക്ക്, വാട്ടർ ഫൗൾ, ക്രോക്കഡൈൽ. ഇവയൊക്കെയാണ് ജീവികൾ. അതിൻ്റെ അനുകൂലനങ്ങൾ. താറാവ് എണ്ണമയമുള്ള തൂവലുകൾ, വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്ന കൊക്കുകൾ, ചർമ്മബന്ധിതമായ വിരലുകൾ. മുതല ജലസഞ്ചാരത്തിന് അനുയോജ്യമായ ആകൃതി, തുഴയാൻ കഴിയുന്ന നീണ്ട വാല്. നീർക്കോലി വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കുന്നതിന് വഴക്കമുള്ള ശരീരം. ഉരസിന്റെ ശൽക്കങ്ങൾ ഉപയോഗിച്ച് കരയിൽ സഞ്ചരിക്കുന്നു. പരന്ത് വളഞ്ഞ് മൂർച്ചയുള്ള കൊക്കുകൾ, ഇരയെ കോർത്തു പിടിക്കുന്നതിന് കൂർത്തു വളഞ്ഞ് മൂർച്ചയേറിയ നഖങ്ങൾ. കൊക്ക് നീളമേറിയ കാലുകൾ, നീളം കൂടിയ കഴുത്ത്, നീണ്ട കൂർത്ത കൊക്കുകൾ. അണ്ണാൻ മൂർച്ചയേറിയ നഖങ്ങൾ, മരങ്ങളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്നു. ശത്രു ജീവികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിറം. മരംകൊത്തി മരത്തിൽ കയറാൻ സഹായിക്കുന്ന തരത്തിലുള്ള നഖങ്ങളോടുകൂടിയ പാദങ്ങൾ. ബലമേറിയ കൊക്കുകൾ ഇര തേടുന്നതിന് സഹായകമാണ്. നീർക്കാക്ക എണ്ണമയമുള്ള തൂവലുകൾ, വഴക്കമുള്ള കഴുത്ത്, ചർമ്മബന്ധിതമായ പാദങ്ങൾ. നീർനായ ചർമ്മബന്ധിതമായ പാദങ്ങൾ, എണ്ണമയമുള്ളതും കട്ടിയുള്ളതുമായ രോമങ്ങൾ, മികച്ച കാഴ്ചശക്തി, ജലസഞ്ചാരത്തിന് അനുയോജ്യമായ നീളമേറിയ വാല്. ക്രീച്ചേഴ്സ് ആൻഡ് അഡാപ്റ്റേഷൻസ്. ഡക്ക് ഓയിലി ബോഡി, വെബ്ഡ് ടോയ്സ്, beaks that are suitable to catch the prey from water and mud. Crocodile slimy body, suitable body shape to move in water,
long tail and legs suitable to move in water and on land. Water snake, slippery body that helps to move in water and scaly body that helps to move on land. Eagle, sharp and curved claws that helps in preying. Crane, long legs, elongated and a flexible neck, long and pointed beak. Squirrel, sharp nail that helps to climb trees. The color that is not immediately recognized to enemy creatures. Woodpecker, nailed legs that helps to climb on tree. Thick and strong beak. Cormorant, neerkaka, oily feathers, flexible neck, webbed feet. Otter, neernaya, thick waterproof fur, webbed feet, excellent eyesight and long whiskers, and their tails helps them swim under water. കണ്ടെത്തി എഴുതാം. മരത്തിൽ വസിക്കുന്നവ, മണ്ണിൽ വസിക്കുന്നവ. Live on trees, live on soil. കിളികൾ, birds, മരത്തിൽ വസിക്കുന്നവ. അണ്ണാൻ, squirrel. ഇത്തിൽ കണ്ണി, ലോറാന്തസ്. ഉറുമ്പുകൾ, ant. കാക്ക, crow. കുരങ്ങൻ, monkey. ഓന്ത്, garden lizard. പുഴു, caterpillar. പാണ്ട, panda. തേനീച്ച, honeybee. മണ്ണിൽ വസിക്കുന്നവ, ഉറുമ്പ്, ant. പാമ്പ്, snake. മണ്ണിര, earthworm. കുഴിയാന, antelope. പുല്ല്, grass. ചിതൽ, termite. പഴുതാര, centipede. തൊട്ടാവാടി, touch me not plant. ഞണ്ട്, crab. എലി, mouse. ആൽമരം, ബനിയൻ ട്രീ. ബനിയൻ ട്രീ എന്തൊക്കെ സഹായങ്ങളാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. ആഹാരം, ഫുഡ്. ബനിയൻ ട്രീയുടെ പഴങ്ങൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. ഫുഡ്, ശുദ്ധവായു, പ്യുവർ എയർ. വാസസ്ഥലം, ഷെൽട്ടർ. വിശ്രമം, റെസ്റ്റ്. തണൽ, ഷെയ്ഡ്. ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ദ യൂസ് ഓഫ് ബനിയൻ ട്രീ, ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ശുദ്ധവായു നൽകുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രഷ് എയർ ടു ബ്രീത്ത് ഫോർ ഓൾ ഓർഗാനിസംസ്. തണൽ നൽകുന്നു. ഇറ്റ് ഗീവ്സ് ഷെയ്ഡ് ഡ്യൂറിംഗ് ഡേ ടൈം. മരത്തിന്റെ ഇലയും കായും ജീവികൾക്ക് ആഹാരമാകുന്നു. ഇറ്റ്സ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആർ ഫുഡ് ഫോർ ലിവിംഗ് ബീയിങ്സ്. ജീവികൾക്ക് വിശ്രമിക്കാൻ ചില്ലകൾ സഹായിക്കുന്നു. ഇറ്റ് ഗീവ്സ് റെസ്റ്റിംഗ് പ്ലേസ് ഫോർ ബേർഡ്സ് ആൻഡ് ആനിമൽസ്. പക്ഷികൾ മരക്കൊമ്പിൽ കൂടൊരുക്കുന്നു. ബേർഡ്സ് മേക്ക് നെസ്റ്റ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ഇറ്റ്. ബേർഡ്സ് മേക്ക് നെസ്റ്റ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ഇറ്റ്. ചില ജീവികൾ മരപ്പൊത്തുകളിൽ കഴിയുന്നു. സം ഓർഗാനിസംസ് ലീവ്സ് ഇൻ ദ ഹാലോ ഓഫ് ദി ബനിയൻ ട്രീ. മരത്തോലുകൾക്കിടയിലും മറ്റുമായി അനേകം ചെറുജീവികളും കഴിയുന്നു. എ നമ്പർ ഓഫ് ഓർഗാനിസംസ് ലീവ്സ് ബിലോ ദ ബ്രാക്ക് ഓഫ് ബനിയൻ ട്രീ. ബനിയൻ ട്രീയുടെ മരത്തോലുകൾക്കിടയിലും അനേകം ചെറിയ ജീവികൾ, ചിതല്, അങ്ങനെയുള്ള പുഴുക്കള്, അതുപോലുള്ള ജീവികളും താമസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവനുള്ളവയെ ജീവീയ ഘടകങ്ങളെന്നും ജീവനില്ലാത്തവയെ അജീവീയ ഘടകങ്ങളെന്നും പറയുന്നു.
Living things are called biotic factors and non-living things are called abiotic factors. ഇത് കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണം. ജീവിയ ഘടകങ്ങൾ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മത്സ്യം ഫിഷ്, മരം ട്രീ, പാമ്പ് സ്നേക്ക്, താമര ലോട്ടസ്, പുല്ല് ഗ്രാസ്, പക്ഷി ബേർഡ്, ജീവനുള്ളവയെല്ലാം ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്, ജീവിയ ഘടകങ്ങളാണ്. ഇനി അജീവിയ ഘടകങ്ങൾ അബയോട്ടിക് ഫാക്ടേഴ്സ്. സൂര്യപ്രകാശം സൺലൈറ്റ്, വായു എയർ, ജലം വാട്ടർ, മണ്ണ് സോയിൽ, മണൽ സാൻഡ്, പാറ റോക്ക്, ഇവയെല്ലാം അജീവിയ ഘടകങ്ങളാണ്. ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. വിശദീകരിക്കുക അല്ലെ. ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലെ. ഒരു പ്ലാന്റിന് വളരണമെങ്കിൽ, പ്ലാന്റ് ഒരു ജീവിയ ഘടകമാണ്, അതിന് വളരണമെങ്കിൽ അജീവിയ ഘടകമായ മണ്ണ് വേണം, വെള്ളം വേണം, സൂര്യപ്രകാശം വേണം. ഇവയൊക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റിന് ജീവിക്കാൻ പറ്റൂ അല്ലെ. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഹൗ ഡു അബയോട്ടിക് ഫാക്ടേഴ്സ് ഹെൽപ്സ് പ്ലാന്റ് ആൻഡ് ആനിമൽസ്. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ശ്വസിക്കാൻ അജീവിയ ഘടകമായ വായു വേണം. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നീഡ് എയർ ഫോർ ബ്രീത്തിങ്. അജീവിയ ഘടകമായ മണ്ണിലാണ് സസ്യങ്ങൾ വളരുന്നതും ഉറച്ചു നിൽക്കുന്നതും. പ്ലാന്റ്സ് ആങ്കർ ഓൺ ദ എർത്ത് ബിക്കോസ് ഓഫ് ദി സോയിൽ. മണ്ണ് കാരണമാണ് നമ്മുടെ പ്ലാന്റ്സ് എർത്തിൽ ഉറച്ചു നിൽക്കുന്നത്. മണ്ണ് ഫലപുഷ്ടി ഉള്ളതാക്കാനും മണ്ണൊലിപ്പ് തടയാനും ജീവിയ ഘടകമായ മരം സഹായിക്കുന്നു. The tree helps to make the soil fertile and prevent soil erosion. Soil erosion ഇല്ലാതാക്കാനും സോയിൽ ഫെർട്ടൈൽ ആവാനും ട്രീസ് സഹായിക്കുന്നു. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും വെള്ളമില്ലാതെ ജീവിക്കാനാവില്ല. വെള്ളം അജീവിയ ഘടകമാണ്. പ്ലാന്റ് ആൻഡ് ആനിമൽസ് കനോട്ട് ലിവ് വിതൗട്ട് വാട്ടർ. പ്ലാന്റ്സും ആനിമൽസും വാട്ടർ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. സസ്യങ്ങൾക്ക് വളരാൻ അജീവിയ ഘടകമായ സൂര്യപ്രകാശം വേണം. പ്ലാന്റ്സ് കനോട്ട് ഗ്രോ വിതൗട്ട് സൺലൈറ്റ്. ഇനി ജീവിയ അജീവിയ ഘടകങ്ങളും അവയുടെ പരസ്പര ആശ്രയത്വവുമാണ്. മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു, വെള്ളത്തിലെ ചെറു ജീവികളെ ആഹാരമാക്കുന്നു. ജലം ജലജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു. ആൽമരം മണ്ണിന് ഫലപുഷ്ടി നൽകുന്നു, മണ്ണിന്റെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. താമര വെള്ളത്തിൽ ജീവിക്കുന്നു, തേനീച്ച വണ്ട് തുടങ്ങിയ ജീവികൾക്ക് ആഹാരം നൽകുന്നു. പാറ ചെറുജീവികൾക്കും ചില സസ്യങ്ങൾക്കും വാസസ്ഥലം നൽകുന്നു. വായു എല്ലാ ജീവികൾക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായ വായു നൽകുന്നു. തവള കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, ഷഡ്പദങ്ങളെ ആഹാരമായി ആശ്രയിക്കുന്നു. നീർക്കോലി ജലത്തിൽ ജീവിക്കുന്നു, ജലത്തിലെ ചെറുജീവികളെ ആഹാരമാക്കുന്നു. പ്രകാശം സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുവാൻ ആവശ്യമാണ്, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് സഹായിക്കുന്നു. ആമ കരയിലും ജലത്തിലും ജീവിക്കുന്നു, ചെറുജീവികളുടെ സസ്യങ്ങളെയും ആഹാരം ആക്കുന്നു. മണ്ണ് സസ്യങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു, സസ്യങ്ങളെ വളരാൻ സഹായിക്കുന്നു, ചില ചെറുജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു. വള്ളിപ്പടർപ്പ് വളർച്ചയ്ക്കായി മരങ്ങളെയും കുറ്റിച്ചെടികളെയും ആശ്രയിക്കുന്നു, ജീവികൾക്ക് ആഹാരവും വാസസ്ഥലവും നൽകുന്നു. ബയോട്ടിക് അബയോട്ടിക് ഫാക്ടർ ആൻഡ് ഇന്റർഡിപെൻഡൻസ്. Fish lives in water. It takes the small organism present in water as its food. Water, it provides habitat for the aquatic organism. Banyan tree, it makes the soil fertile. It helps retain water in soil. Lotus lives in water. It provides food for honeybees and beetles. Rock,
It provides habitat for small plants and animals. Air. All biotic factors need air to live. Plants give oxygen into the atmosphere. Frog. It lives both on land and in water. It depends on insects for its food. Water snake. It lives in water and makes sure of small animals' presence in water as its food. Light. Plants need sunlight for preparing their food. Organisms need light to see things. Tortoise need air, water and soil to live. Eat small organism and small plants. Soil. Plants live in soil, give shelter to organisms. Soil absorb water. Veins. Veins provide shelter to organisms, need soil, water and air to live. അടുത്ത എക്കോസിസ്റ്റമാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ എല്ലാം നോട്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ബുക്കിലുണ്ടെങ്കിൽ ഉള്ളത് എഴുതിയെടുക്കണ്ട, അല്ലാത്തത് എഴുതിയെടുത്ത് ടീച്ചറിനെ സെൻഡ് ചെയ്യുമല്ലോ. എല്ലാവരും പഠിക്കുകയും വേണം.